നാഷണൽ തന്തയില്ലാത്ത ഏജൻസി NTA. ഇതിന് ഈ പേരല്ലാതെ വേറെ എന്ത് പേരാണ് കറക്റ്റ് ആവുക അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരുപാട് കുട്ടികളുടെ ഒരുപാട് വർഷത്തെ എഫേർട്ട്, ഒരുപാട് പ്രയത്നങ്ങൾ, ഒരുപാട് മണിക്കൂറുകൾ, ഒരുപാട് ദിവസങ്ങൾ, ഒരുപാട് കുടുംബങ്ങളുടെ പ്രതീക്ഷ, ഒരുപാട് മക്കളുടെ പ്രതീക്ഷയൊക്കെയാണ് ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതെയാക്കുന്നത്. ഇതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു യൂണിറ്റ് നല്ല രീതിയിൽ ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എത്രമാത്രം മോശമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ ലോക രാജ്യങ്ങൾക്ക് മുന്നില്, ലോക ജനതക്ക് മുന്നിൽ ഇത് ഏറ്റവും ഷെയിമായിട്ടുള്ള ഒരു കാര്യമില്ല. നല്ല രീതിയിൽ ഒരു എക്സാം പോലും നടത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ഇതിനൊക്കെ ഉത്തരവാദി ആരാണ്? കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് 89 എക്സാം പേപ്പറുകളാണ് ലീക്ക് ആയിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതിൽ 48 എണ്ണം റീടെസ്റ്റ് നടന്നിട്ടുണ്ട്. ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന മക്കള്, അവരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 1.9 കോടി സ്റ്റുഡൻസ് ആണ് നാളെയുടെ ഭാവിയുടെ താരമായിട്ട് മാറേണ്ട, ഭാവിക്ക് ഉപകാരമായി മാറേണ്ട മക്കളാണ് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നത്. പേരൻസിന്റെ കാര്യം ആലോചിച്ച് നോക്കി. മക്കൾ ജനിച്ചത് മുതൽ എൻ്റെ മകൾ ഒരു ഡോക്ടറാക്കണം, അല്ലെങ്കിൽ എൻ്റെ ഒരു മകൻ ഒരു ഡോക്ടറാക്കണം എന്നുള്ള സ്വപ്നം കണ്ട് കളിപ്പാട്ടം പോലും ഡോക്ടർ സെറ്റുകൾ വാങ്ങിക്കൊടുത്ത അച്ഛനമ്മമാര് അല്ലേ? അവരൊന്ന് വളർന്ന് വലുതായി ഒരു ഡോക്ടറായി കാണാൻ കൊതിക്കുന്നവര്, ഉറക്കം കളയുന്ന മക്കള്, 1 കൊല്ലമല്ല 2 കൊല്ലമല്ല 3 കൊല്ലം ഇത് ആവർത്തിച്ച് എക്സാം എഴുതിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഡോക്ടറായി കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മക്കള്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 1-2 ദിവസത്തെ എഫേർട്ട് അല്ല ഇത്. 7ാം ക്ലാസ് കഴിഞ്ഞത് മുതൽ ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന മക്കള്, ലക്ഷങ്ങൾ മുടക്കി ഇതിന് കോച്ചിങ്ങിന് പോകുന്ന മക്കള്, ഇവരൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ സങ്കടം തോന്നിപ്പോകൂലേ? ഇതിനെതിരെ എല്ലാവരും ശക്തമായിട്ട് പ്രതികരിക്കണം. എൻ്റെ കുടുംബത്തിൽ ആരും നീറ്റ് എക്സാം എഴുതിയില്ല, എൻ്റെ മക്കൾ ആരും നീറ്റ് എക്സാം എഴുതിയിട്ടില്ല, എൻ്റെ ഫ്രണ്ട്സ് ആരും നീറ്റ് എക്സാം എഴുതിയില്ല എന്ന് പറഞ്ഞ് എല്ലാവരും കൈയൊഴിയരുത്. ഒക്കെ ഭാവിയിൽ നല്ല ക്വാളിറ്റി ഉള്ള ഡോക്ടർമാരെ കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊരു ഡോക്ടറുടെയും മുന്നിൽ ധൈര്യത്തോടെ നിങ്ങൾക്ക് പോയി നിൽക്കണമെങ്കിൽ നിങ്ങൾ ഇതിനെല്ലാവരും പ്രതികരിക്കണം. ആരും പ്രതികരിക്കാതിരിക്കരുത്. ഇനി എനിക്ക് പറയാനുള്ളത് 2026 എക്സാം എഴുതിയ സ്റ്റുഡൻസിനോടാണ്. നിങ്ങൾ തളരരുത്. നിങ്ങൾ പൂർവാധീനം ശക്തിയോടെ കുറച്ചും കൂടി ബെറ്റർ ഹോപ്പായിട്ട് ബെറ്റർ ചാൻസ് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ നിങ്ങൾ വീണ്ടും പഠിക്കുക. നിങ്ങൾക്കതിന് കഴിയും. തളരരുത് മക്കളെ, തളരരുത്. ഇപ്പൊ കഴിഞ്ഞത് ഒരു മോഡൽ എക്സാം എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അല്ലാതെ എന്തു പറയാനാലേ?